ഹായ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരാളുടെ ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ ടൈം ഓഫ് ബർത്ത് ഇല്ല. എങ്ങനെ അയാളുടെ ജന്മരാശി കണ്ടുപിടിക്കും? ജ്യോതിഷത്തിൽ ഇത് എളുപ്പമാണ്. ശരിക്കും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ആരുടെയാണോ ടൈം ഓഫ് ബർത്ത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അയാളുടെ പ്രസൻറ്റും പാസ്റ്റും കറക്റ്റായിട്ട് ആരാണോ നോക്കുന്നത് അയാളോട് കറക്റ്റായിട്ട് പറയുക. ഓക്കെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ജന്മരാശി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സാധാരണ ഞാൻ ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയും അയാളുടെ ബോഡി സ്ട്രക്ചറും അതുപോലെ തന്നെ അയാളുടെ പ്രസൻറ്റ് സിറ്റുവേഷനും അയാൾ എവിടെയാണ് റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സ്വദേശത്താണോ വിദേശത്താണോ, ഇതൊക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച് അമേരിക്കൻ സിറ്റിസണായി അമേരിക്കയുടെ ബിസിനസ് ടൈക്കോൺ ഇലോൺ മസ്കിനെ പറ്റിയാണ്. അപ്പം ജ്യോതിഷത്തിൽ നല്ല പ്രാക്ടീസുള്ള ഏതൊരാൾക്കും സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ബർത്ത് ടൈം കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പല ടെക്നിക്സ് ഉണ്ട്. അപ്പം അതിലൂടെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഇലോൺ മസ്ക് മേഡം രാശിയിലാണെന്നുള്ളതാണ്. ഓൾ റൈറ്റ്, നമ്മൾ ഈ ചാർട്ടിൻ്റെ സ്ട്രെങ്ത് അറിയണമെങ്കിൽ നമ്മൾ ആസ്ട്രോളജിയുടെ സ്ക്രിപ്റ്റേഴ്സ് ശരിക്കും മനസ്സിലാക്കണം. അപ്പം ഈ സ്ക്രിപ്റ്റേഴ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മേഡം രാശി ജനിച്ച ഒരാളുടെ 2-ലെ ശുക്രനും കേന്ദ്രത്തിൽ ഉച്ചത്തിൽ മാസ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുജൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീർത്തിമാനും ധനവാനും അധികാരമുള്ള ഒരു ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി തീരുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇലോൺ മസ്കിൻ്റെ കാര്യത്തിൽ ഇലോൺ മസ്ക് ഒരു ബിസിനസ് ടൈക്കൂണാണ്. ഓക്കെ, ഈ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ അമേരിക്കൻ പൊളിറ്റിക്സിൽ മിസ്റ്റർ ട്രംപിൻ്റെ ഒരു ക്ലോസ് അസോസിയേറ്റായി. ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജ്യോതിഷം നമ്മളിന്ന് കാണുന്ന പവർഫുള്ളായിട്ടുള്ള 6 ഗ്രഹനില നോക്കിയാലും ബർത്ത് ടൈം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ചാർട്ടിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ആ വ്യക്തി മുമ്പിലോട്ട് പോകുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ മീഡിയയിലൊക്കെ കാണുന്ന മോട്ടിവേഷനോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടൊന്നും ആരുടെയും വിധി മാറ്റാൻ പറ്റത്തില്ല. എല്ലാവരും പറയും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം അച്ചീവ് ചെയ്യാമെന്ന്. ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോളജിയിൽ നമ്മുടെ തലയിലെഴുത്ത്, നമ്മുടെ രാശിയിൽ, നമ്മുടെ ഗിഫ്റ്റഡ് പാക്കേജിൽ എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വിദേശവാസവും വികസിത രാജ്യങ്ങളിൽ പോയി എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് കിട്ടി അവിടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാർട്ടിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മളെ മുമ്പിലോട്ട് നീക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ടൈക്കോൺ യോഗം, അതുപോലെ തന്നെ ഫോറിൻ സെറ്റിൽമെൻറ്റ്. അപ്പം ഞാൻ അടുത്തത് ഫോറിൻ സെറ്റിൽമെൻറ്റ് പറയാം. നമ്മളൊരു ഫോറിനിൽ നമ്മൾ ജനിച്ച നാടും ദേശവും വിട്ട് അന്യ ദേശത്ത് പോയി അവരുടേതായിട്ടുള്ളൊരു സ്പേസും ഒരു ബിസിനസ് ടൈക്കോണും ആകണമെങ്കിൽ ആ ചാർട്ടിന് എന്തെങ്കിലും ഒരു ബലം വേണം. ഓക്കെ, അപ്പം സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്ന ഫോറിൻ സെറ്റിൽമെൻറ്റ് ആകാനുള്ള യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും 5 ഭാവം സ്ട്രോങ് ആണെങ്കിലേ ആ വ്യക്തി ഒരു അന്യദേശത്ത് പോയി അമേരിക്ക പോലുള്ള ഒരു സ്ഥലത്ത് പോയി സക്സസ്ഫുൾ ആകത്തുള്ളൂ. സെക്കൻഡ് ക്ലോസ് 8-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും രാഹുവായിട്ട് എന്നെങ്കിലും ബന്ധമോ അല്ലെങ്കിൽ കുജക്ഷേത്രത്തിലോ നിൽക്കുകയോ ചെയ്യുവാണെങ്കിൽ ഫോറിൻ സെറ്റിൽമെൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എലോൺ മസ്കിൻ്റെ കാര്യത്തിൽ 8-ാം ഭാവാധിപനായ കുജന് ഉച്ചത്തിൽ രാഹുവായിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ 12-ാം ഭാവാധിപന് 8-ൽ കുജക്ഷേത്രത്തിൽ നിൽക്കുവാണ്. അപ്പം ഈ ചാർട്ട് കാണുമ്പോഴേ അറിയാം ഈ വ്യക്തി ഒരു വിദേശിയാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അസോസിയേറ്റ് ആയിട്ട് ഇലോൺ മസ്ക് മാറിയത്. ഇലോൺ മസ്കിനെ പറ്റി പറയുവാണെങ്കിൽ, ഇലോൺ മസ്ക് ഒരു കാര്യത്തിൽ ഇറങ്ങുവാണെങ്കിൽ ആ കാര്യം പുള്ളിക്കാരന് സക്സസ്ഫുൾ ആവുമെന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി അതിനു വേണ്ടി സമയം കളയാറുള്ളൂ. അപ്പം ഈ ചാർട്ടിലും അങ്ങനെയാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-ലെ ശനിയും ശുക്രനും 3-ലെ രവിബുധ യോഗവും ലഗ്നാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നതും കാരണം ഇന്ന് ഇൻ്റർനെറ്റാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത്. അടുത്ത 4 വർഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നല്ല രീതിയിലുള്ള അസോസിയേഷനാണ് മുമ്പിലോട്ട് പോകുന്നതെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു 80% ഇലോൺ മസ്കിൻ്റെ കീഴിലാവും. ഇലോൺ മസ്ക് പറയുന്ന രീതിയിലെ ലോകം മുമ്പിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ചാർട്ടിൻ്റെ ഒരു ഡീമെറിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇലോൺ മസ്ക് ഇൻവെൻറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും, ലോകത്തിലെ എല്ലാ ലക്ഷറി കാര്യങ്ങളും പുള്ളിയുടെ കയ്യിലേക്ക് വരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ചാർട്ട് കൊണ്ട് നമ്മൾ കാണുന്നത്. അടുത്ത ക്ലോസ് ബിസിനസ് ടൈക്കോൺ. ഇലോൺ മസ്കിൻ്റെ കാര്യത്തിൽ ലഗ്നാധിപനായ കുജന് 10ലും 10ാം ഭാവാധിപന് ലഗ്നത്തിലും ആ 10ാം ഭാവാധിപനെ വ്യാഴം വീക്ഷിക്കുന്നുണ്ട് ഭാവം വരുമ്പോഴത്തേന്. ഓക്കെ, അപ്പം നമ്മൾ ഒരാളുടെ ചാർട്ട് നോക്കുമ്പോൾ ഭാവചലിത ചാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അയാളുടെ ആയുസ്സും അയാളുടെ യോഗങ്ങളും എല്ലാം കറക്റ്റായിട്ടാണ് ഇടങ്കിൽ. അപ്പം ഇലോൺ മസ്കിൻ്റെ കാര്യത്തിൽ ഈ ചാർട്ടിൻ്റെ ലെങ്ത് അറൗണ്ട് 70 ഇയേഴ്സാണ്. ഇത് ലഗ്നാധിപൻ 10ൽ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്. പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞ രുചക യോഗമാണ് ഈ ചാർട്ടിൽ കാണുന്നത്. എന്തുകൊണ്ടും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഇലോൺ മസ്കിൻ്റെ.